കോഴിക്കോട് ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെയും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും 7 നഗരസഭകളിലെയും കോഴിക്കോട് കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. മാവൂർ റോഡ് വാർഡിൽ നിന്നുള്ള BJP നിയുക്ത കൗൺസിലർ ശ്രീജ സി നായർ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമപ്രസാദിനൊപ്പം ചേരുകയാണ്. നമുക്ക് ആദ്യം ജില്ലയിലെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിവരങ്ങൾ ശ്യാമപ്രസാദിനോട് ചോദിക്കാം. ശ്യാമപ്രസാദ് പറയൂ, കൂടെ നിയുക്ത കൗൺസിലർ BJP നിയുക്ത കൗൺസിലർ ശ്രീജയും ഉണ്ടല്ലോ. ശ്രീജയുടെ കൂടി വിശേഷങ്ങളിലേക്ക്. ഓക്കെ രോഹിണി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെയും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഒപ്പം തന്നെ 7 നഗരസഭകളിലെയും ജില്ലാ പഞ്ചായത്തിലെയും കോർപ്പറേഷനിലേക്കുമുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് രാവിലെ നടക്കുക. രാവിലെ 10 തന്നെ ജില്ലാ പഞ്ചായത്തിലെയും പഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞയും 11:30 തന്നെ കോർപ്പറേഷനിലടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ആരംഭിക്കും. എന്തായാലും തിളക്കമാർന്ന ഒരു പ്രകടനത്തോടു കൂടി തന്നെയാണ് കോർപ്പറേഷനിൽ ഇത്തവണ BJP മിന്നുന്നൊരു പ്രകടനം കൂടി കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം നിയുക്ത കൗൺസിലർ, മാവൂർ റോഡിലെ നിയുക്ത കൗൺസിലർ ശ്രീജ സി നായർ ജനൻ TVയോടൊപ്പം ചേരുകയാണ്. പ്രധാനമായും ശ്രീജ സി നായരുടെ വിജയത്തിന് വളരെ തിളക്കമേറിയതാണ്. പ്രധാനമായും ഒരു വാർഡ് പുനർവിഭജനത്തോടു കൂടി തന്നെ പുതിയൊരു വാർഡ് രൂപം കൊള്ളുന്നു. അവിടെ ജനവിധി തേടുന്നു. അവിടുത്തെ വോട്ടർമാർ ശ്രീജയെ ഒന്നടങ്കം സ്വീകരിക്കുന്നു. ആ ശ്രീജ സി നായരാണ് ഇപ്പോൾ ജനൻ TVയോടൊപ്പം ചേരുന്നത്. നമസ്കാരം. വളരെയധികം സന്തോഷത്തിലാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു തിളക്കമാർന്ന വിജയത്തിനുടമയായി നിൽക്കുമ്പോഴേക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്ക് പോകുന്നു. എന്താണ് ഇപ്പോൾ നിൽക്കുമ്പോഴേക്കും വോട്ടർമാരെ മുന്നിൽ ഇനി വയ്ക്കാവുന്ന പ്രതീക്ഷകളും സ്വപ്നങ്ങളും? നമുക്ക് വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമേ വോട്ടർമാരുടെ അടുത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് സാധാരണ എല്ലാ സ്ഥലത്തുള്ളതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള പരാതികൾ, തെരുവിളക്കൽ കത്താത്തത്, അതേപോലെ തെരുവ് നായ ശല്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ അടുത്ത്. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി 100% തന്നെ അവർക്ക് വികസനവും നീതിക്ക് അനുസരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ പ്രധാനമായും വരുമ്പോഴേക്കും ഒരു വാർഡ് പുനർവിഭജനം ഉണ്ടാകുന്നു. ആ പുനർവിഭജനത്തിന് ശേഷം മറ്റ് പല വാർഡുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടാണ് മാവൂർ റോഡ് വാർഡ് രൂപം കൊള്ളുന്നത്. അപ്പോഴത്തേക്ക് ഒരു ആശങ്കയും അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ? തീർച്ചയായും എൻ്റെ പല സുഹൃത്തുക്കളും പറയുകയുണ്ടായി. കാരണം ഈ വാർഡ് വിഭജനം എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മാവൂർ റോഡ് 62-ാം വാർഡ് എങ്കിലും കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളുമായിട്ടാണ് ഇതിനെ വിഭജിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് വഴിയിലൂടെ പോയാലും എൻ്റെ ഒരു ഫ്ലെക്സ് കാണുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്താ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു പുതിയ വാർഡാണ്, പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടുള്ള വാർഡായതുകൊണ്ട് അതിൻ്റെ പല ഭാഗങ്ങളും കോഴിക്കോടിൻ്റെ പല ടൗണിൻ്റെ പല ഏരിയയിലുമാണുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണുള്ളത്. എതിരാളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപരന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, സജീവമായിട്ടുണ്ടായിരുന്നു. ശ്രീജ എന്ന പേര് എന്ന് പറയുന്നത് വളരെ എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ ശ്രീജയിൽ നിന്ന് ശ്രീജ സി നായരിലേക്ക് ഒരു മാറ്റമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപരന്മാർ വന്നതോടുകൂടി? തീർച്ചയായും. പൊതുവേ ഞാൻ ശ്രീജ സി നായർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ പൊതുസമൂഹത്തിനിടയിലാണെങ്കിലും അങ്ങനെ ഞാൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഇലക്ഷൻ നേരിടുന്ന സമയത്ത് ഞാൻ ജാതി പേരൊന്നും വെക്കേണ്ട എന്ന് കരുതി ശ്രീജ സി, അതാണ് എൻ്റെ ഇനീഷ്യൽ, അത് വെച്ച സമയത്താണ് ഞാൻ അറിയുന്നത് 2 അപരന്മാരെ 2 പാർട്ടിക്കാരും ഇറക്കിയത്. ഒന്ന് ശ്രീജ, ഒന്ന് ശ്രീജയ. ആ ഒരു ഘട്ടത്തിൽ ഞാൻ നിർബന്ധിതയായി ശ്രീജ സി നായർ എന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ബാലറ്റ് പേപ്പറിൽ ചേഞ്ച് ചെയ്തതാണ്. ഒരു കാര്യം കൂടി, ഈ 7-ൽ നിന്ന് നമ്മൾ സീറ്റ് നില 14-ലേക്ക് മെച്ചപ്പെട്ടു. അപ്പോൾ 13-ലേക്ക് മെച്ചപ്പെടുമ്പോഴേക്കും ഇത്തരത്തിൽ നമ്മൾ എതിരാളികളിൽ നിന്ന് UDF LDFിൽ നിന്നും ഇത്തരത്തിൽ ക്രോസ് വോട്ടുകളൊക്കെ പലയിടത്തും പല ഭാഗങ്ങളിലും പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ആ ഒരു ഇത് ശ്രീജയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള പ്രവണതയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രവർത്തനം കൊണ്ടും എൻ്റെ എല്ലാവരുടെ അടുത്തുമുള്ള സംസാരം കൊണ്ടും ആളുകൾ എന്നെ നെഞ്ചിലേറ്റിയത് കൊണ്ട് മാത്രമാണ് ഞാൻ മാവൂർ റോഡിൽ വിജയിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെ ഒരു ഡാൻസുകാരി എന്ന നിലയിൽ പോലും പലയിടത്തും അറിയപ്പെടുകയും ചെയ്തു. അത് ആ ഡാൻസുകളൊക്കെ വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, വോട്ടർമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ സ്വാഭാവികമായിട്ടും അവരുടെ ആഘോഷത്തിൽ പങ്കുചേർന്ന് പോയതുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും അവരുടെ ആഘോഷത്തിൽ പങ്കുചേർന്നതാണ്. അത് മാത്രമല്ല, പണ്ടുകാലം മുതൽ ഏതൊരു പാട്ട് കിട്ടിയാലും അപ്പോൾ അതിന് നിമിഷ കവി എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മൾ ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് തുറന്നു വിടാനുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോഴേക്കും ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇപ്പോൾ വോട്ടർമാർക്കിടയിൽ കാണുമ്പോൾ പുതിയ വാഗ്ദാനങ്ങളുണ്ടാകും, പുതിയ സ്വപ്നങ്ങളുണ്ടാകും. അതൊരു പുതിയ വാർഡാണ്. അപ്പോൾ അങ്ങനെ നീങ്ങുമ്പോഴത്തേക്കും എന്താണ് തുടക്കം തന്നെ വോട്ടർമാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ
6 ദിവസമെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് തുടങ്ങുമെന്നുള്ളതാണ്. ആദ്യം ആ ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം സാധാരണ എല്ലാ വാർഡുകളിലും ഉണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെയുള്ള അഭ്യസ്ത വിദ്യർ ജോലിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യം, അതോടെ ഡ്രെയിനേജ് സിസ്റ്റം, തെരുവിളക്കൽ കത്താതെ തെരുവ് നായശല്യം, ഇത്തരം കാര്യങ്ങളിലെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവിടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ നടത്തി അവർക്ക് അവിടെ വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പരിപൂർണമായ ലക്ഷ്യം. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ഇനി പരിമിതമായ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ വോട്ടർമാരെ ഇനി നേരിൽ കാണുക, അവരിലേക്ക് ഇറങ്ങാം. ഓക്കെ. രോഹിണി, ഇതാണ് മാവൂർ റോഡിൽ നിന്നുള്ള ശ്രീജ സി നായരുടെ വിശേഷങ്ങളും ഒപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങളും എല്ലാം തന്നെയാണ് നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി തന്നെ കോർപ്പറേഷൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള, അതായത് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകൾ, ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം നടക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ജില്ലയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീറും വാശി നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരുന്നു കോർപ്പറേഷനിൽ BJP കാഴ്ചവെക്കുകയും ചെയ്തത്. എന്തായാലും ഇത്തരത്തിൽ പല എതിരാളികളിൽ നിന്നും പല അപരന്മാരിൽ നിന്നുമെല്ലാം കനത്ത ഭീഷണി നേരിട്ടപ്പോഴും അതിനെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ വാർഡ് പുനർവിഭജനം ഇതെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് തന്നെയാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലടക്കം മിന്നുന്ന പ്രകടനമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ചില ഗ്രാമപഞ്ചായത്തുകളിലടക്കം നിർണായക ഒരു ശക്തിയായി മാറാനും കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ മിന്നുന്ന പ്രകടനം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. രോഹിണി. ശരി, ശ്യാമപ്രസാദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.